Hi friends! ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സ്പെഷ്യൽ സാൻഡ്വിച്ച് ആണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന വ്യത്യസ്തമായിട്ട് ഒരു ഗ്രീൻ മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് നമുക്കൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് തയ്യാറാക്കാം. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. സോ ഗ്രീൻ മസാല സാൻഡ്വിച്ചിൻ്റെ ഫസ്റ്റ് ഗ്രീൻ മസാലയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ 1 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുള്ള മല്ലിയിലയാണ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. മല്ലിയിലയാണ് നമ്മുടെ ഈ മസാലയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ചെറിയ ഉള്ളികളുണ്ടല്ലോ, ചെറിയ ഉള്ളി 5 എണ്ണം ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ 5 ഇതൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് കുറച്ചൊരു എരിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ 2 or 3 ആഡ് ചെയ്യാം. ഞാനിവിടെ 1 എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 1 പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടത്. ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകം നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കുക. കുറച്ച് വെള്ളം മതി. നമ്മൾ അരയ്ക്കുന്ന അനുസരിച്ച് ആഡ് ചെയ്യുക. ഒരു 2 or 3 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടിത് അരഞ്ഞു കിട്ടും. ഇപ്പോൾ മസാല നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്താണ് അരച്ചെടുത്തത്. അതോടൊപ്പം ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കുമല്ലോ, അങ്ങനെ വേവിച്ചെടുത്തതാണ്. അതിനുശേഷം അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയും ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല മിക്സും ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ ഉപ്പും കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ 1/4 ടീസ്പൂൺ ഫുൾ ആഡ് ചെയ്തു. ഇപ്പോൾ കുറച്ചൊരു പകുതി 1/4 ടീസ്പൂണിൻ്റെ പകുതിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കാം. സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ ബ്രെഡാണ്. നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രൗൺ ബ്രെഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രെഡ് ഒരു സ്ലൈസ് എടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഗ്രീൻ മസാല ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ 1 പീസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി, നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് സ്ലൈസ് എടുത്തിട്ട് അതിലും നമ്മൾ ഇതുപോലത്തെ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഈ സെക്കൻഡ് സ്ലൈസ് ഫസ്റ്റ് സ്ലൈസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ പോർഷന് നമ്മൾ വീണ്ടും മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും ഇതിൽ ഉള്ളി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, സവോള ചെറുതായിട്ട് അരിഞ്ഞത്. അതിനുശേഷം വീണ്ടും ഒരു സ്ലൈസ് എടുത്തിട്ട് അതിലും കൂടെ നമ്മുടെ ഗ്രീൻ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 2 സെറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ പാനിൽ ഏകദേശം 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കറുത്ത എള്ളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചൊരു ഏകദേശം എന്താ പറയുക, ഒരു 1/2 ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കുവാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലും കൂടെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ എള്ളും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി മസാല സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെറ്റും കൂടെ റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ മസാല സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഡിഷാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി സാൻഡ്വിച്ചാണ്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.